കാരക്കോട് മെഡിക്കൽ കോളേജ് കേസിൽ ഇഡി കുറ്റപത്രം സമർപ്പിച്ചു. കല്ലൂർ PMLA കോടതിയിലാണ് കുറ്റപത്രം സമർപ്പിച്ചത്. കേസിൽ 4 പ്രതികളാണുള്ളത്. ധർമ്മരാജ് റസാലം, ബെനറ്റ് എബ്രഹാം, മുൻ സഭാ സെക്രട്ടറി TT പ്രവീൺ എന്നിവരാണ് പ്രതിപട്ടികയിലുള്ളത്. ഇവരുമായി ജിജീഷ് കരുണാകരൻ ചേരുകയാണ്. ജിജീഷ്, 4 പേരാണ് പ്രതിപട്ടികയിലുള്ളത്. മറ്റു വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? KP 2016 മുതൽ മെഡിക്കൽ സീറ്റ് വാഗ്ദാനം ചെയ്ത് തലോരിപ്പണം വാങ്ങി എന്നതാണ് പരാതി ഉണ്ടായിരുന്നത്. കേരളത്തിന് പുറത്തുള്ള 14 വിദ്യാർത്ഥികളടക്കം ആകെ 24 വിദ്യാർത്ഥികളിൽ നിന്ന് പണം വാങ്ങിയെന്ന പരാതിയാണ് അവർ ഉന്നയിച്ചത്. ഇത്തരത്തിൽ 92 ലക്ഷത്തിലധികം രൂപ പരാതിക്കാരിൽ നിന്ന് വാങ്ങിയിട്ടുണ്ട് എന്നും കണ്ടെത്തിയിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചത്. ആദ്യം ക്രൈംബ്രാഞ്ച് ഈ കേസ് അന്വേഷിച്ചിരുന്നു ക്രമക്കേടുമായി ബന്ധപ്പെട്ട്. എന്നാൽ ധർമ്മരാജ് റസാലവും ബെനറ്റ് എബ്രഹാമും അടക്കമുള്ള ആളുകളെ ക്ലീൻ ചിറ്റ് നൽകി കൊണ്ടുള്ള ഒരു റിപ്പോർട്ടായിരുന്നു ഇക്കാര്യത്തിൽ ക്രൈംബ്രാഞ്ച് നൽകിയത്. തുടർന്ന് ഈ റിപ്പോർട്ട് പരിശോധിച്ച ക്രൈംബ്രാഞ്ച് അത് പൂർണ്ണമായും തന്നെ ക്രൈംബ്രാഞ്ചിന്റെ റിപ്പോർട്ട് പൂർണ്ണമായും തന്നെ ഹൈക്കോടതി തള്ളുകയും ചെയ്തു. തുടർന്നാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ വിശദമായ അന്വേഷണത്തിലേക്ക് കടക്കുന്നതും നിരവധി തവണ ബിഷപ്പ് ധർമ്മരാജ് റസാലം അടക്കമുള്ള ആളുകളെ ചോദ്യം ചെയ്തു. TT പ്രവീണിനെയും ഒപ്പം തന്നെ കാരക്കോണം മെഡിക്കൽ കോളേജിന്റെ ബിഷപ്പ് ധർമ്മരാജ് റസാലം, കോളേജ് ഡയറക്ടർ ബെനറ്റ് എബ്രഹാം, മുൻ സഭാ സെക്രട്ടറി TT പ്രവീൺ എന്നിവരാണ് ഇപ്പോൾ നിലവിൽ കേസിലെ പ്രതികളായി ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇതിൽ ധർമ്മരാജ് റസാലം, കോളേജ് ഡയറക്ടർ ബെനറ്റ് എബ്രഹാം, മുൻ സഭാ സെക്രട്ടറി TT പ്രവീൺ എന്നിവരെയാണ് നിരവധി തവണ അന്വേഷണ സംഘം ചോദ്യം ചെയ്തിരുന്നത്. ഈ അന്വേഷണത്തിന്റെ ഭാഗമായി വ്യാപകമായ പരിശോധനകൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നടത്തിയിരുന്നു. സഭാ ആസ്ഥാനത്ത് അടക്കം CSI സഭാ ആസ്ഥാനത്ത് പരിശോധനയ്ക്കിടയിലായിരുന്നു ധർമ്മരാജ് റസാലം വിദേശത്തേക്ക് കടക്കാൻ ശ്രമിച്ചത്. ഈ വിദേശയാത്ര തടഞ്ഞുകൊണ്ടായിരുന്നു ആദ്യം ചോദ്യം ചെയ്യൽ ആരംഭിച്ചത്. അതിനുശേഷം കൊച്ചിയിലെ ED ഓഫീസിൽ എത്താൻ ആവശ്യപ്പെട്ടുകൊണ്ട് മറ്റു നിരവധി തവണയും ചോദ്യം ചെയ്യൽ തുടരുകയും ചെയ്തു. മാത്രമല്ല ഈ പരിശോധനകളിൽ ഒന്ന് സഭാ ആസ്ഥാനം ആയ LMS, കാരക്കോണം മെഡിക്കൽ കോളേജ്, ബെനറ്റ് എബ്രഹാം, പ്രവീൺ എന്നിവരുടെ വീടുകളിൽ നടത്തിയ പരിശോധനയിൽ നിരവധി നിർണായകമായ രേഖകൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കണ്ടെത്തിയിരുന്നു. പ്രത്യേകിച്ച് സാമ്പത്തിക ഇടപാടുകളുമായി ബന്ധപ്പെട്ട രേഖകളായിരുന്നു കണ്ടെത്തിയത്. ഇതിന്റെ എല്ലാം അടിസ്ഥാനത്തിൽ, ഈ രേഖകളുടെ എല്ലാം അടിസ്ഥാനത്തിലായിരുന്നു തുടർന്നുള്ള ചോദ്യം ചെയ്യൽ, തെളിവ് ശേഖരണം എല്ലാം തന്നെ നടത്തിയത്. ഈ കോഴ ഇടപാടുകളും ഒപ്പം തന്നെ പണം കൈമാറ്റവും അനധികൃത പണം കൈമാറ്റവും എല്ലാം നടന്നു എന്ന് വ്യക്തമായതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ കുറ്റപത്രം ഏറെ പ്രമാദമായ ഒരു കേസിലാണ് ഇപ്പോൾ കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നത്. നിർണായകമായ ഒരു ഘട്ടത്തിലേക്ക് കേസിന്റെ അന്വേഷണവും നീങ്ങിയിരിക്കുകയാണ്. ഇവിടെ ഏറ്റവും ശ്രദ്ധേയമാകുന്നത് ജിജീഷ് പറഞ്ഞതുപോലെ തന്നെ ധർമ്മരാജ് റസാലം, ബെനറ്റ് എബ്രഹാം, മുൻ സഭാ സെക്രട്ടറി TT പ്രവീൺ എന്നിവരാണ് ഈ പ്രതിപട്ടികയിൽ ഉള്ളത് എന്ന് തന്നെയാണ്. ഇതിൽ ബെനറ്റ് എബ്രഹാമിനെ കുറിച്ച് നമുക്കറിയാം. നേരത്തെ CPIയുടെ തിരുവനന്തപുരം സ്ഥാനാർത്ഥിയെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുകയും അവിടെ വലിയ രീതിയിലുള്ള വിമർശനങ്ങളും രാഷ്ട്രീയ കൂളിളക്കങ്ങളും വിവാദങ്ങളും സൃഷ്ടിച്ച ഒരു സ്ഥാനാർത്ഥിത്വമായിരുന്നു, ഒരു പെയ്ഡ് സീറ്റായിരുന്നു എന്ന രീതിയിലുള്ള വിമർശനങ്ങളടക്കമുണ്ടായിരുന്നു. ഈ ഒരു ഘട്ടത്തിൽ ബെനറ്റ് എബ്രഹാം ഈ പ്രതിപട്ടികയിലേക്ക് വരുമ്പോൾ, ഈ കുറ്റപത്രത്തിൽ പ്രതിപട്ടികയിലേക്ക് വരുമ്പോൾ അത് രാഷ്ട്രീയമായി വലിയ പ്രാധാന്യം അറിയിക്കുന്നുണ്ടല്ലേ ജിജീഷ്? KP, തീർച്ചയായും ഇത് രാഷ്ട്രീയമായി പ്രാധാന്യം അർഹിക്കുന്നത് കൂടിയാണ്. കാരണം ഈ പ്രതികളെ സംരക്ഷിക്കാനുള്ള ഒരു നീക്കം ആസൂത്രിതമായി സംസ്ഥാന ഭരണവിഭാഗങ്ങളിൽ നിന്ന് ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് 2014 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിലെ LDF സ്ഥാനാർത്ഥിയായിരുന്നു ബെനറ്റ് എബ്രഹാം. അത് KP സൂചിപ്പിച്ചതുപോലെ തന്നെ പേയ്മെന്റ് സീറ്റ് ആണ് എന്നതടക്കമുള്ള ആരോപണങ്ങൾ അന്ന് തന്നെ ഉയർന്നിരുന്നു. രാഷ്ട്രീയ രംഗത്തൊന്നും തന്നെ ഇല്ലാതിരുന്ന ഒരാളെ പെട്ടെന്ന് സ്ഥാനാർത്ഥിയായി അവതരിപ്പിക്കുന്നു. സഭാ നേതൃത്വത്തിന് ഇതുമായി ബന്ധപ്പെട്ട് CSI സഭയ്ക്ക് താല്പര്യമുള്ള ഒരാൾ സ്ഥാനാർത്ഥിയായി വരുന്നു. അങ്ങനെ കെട്ടിയിറക്കിയ സ്ഥാനാർത്ഥി എന്ന് മുന്നണിക്കുള്ളിൽ തന്നെ വലിയ തോതിൽ ആരോപണങ്ങൾ ഉന്നയിക്കപ്പെടുകയും ചെയ്തിരുന്നു. അങ്ങനെ അത് രാഷ്ട്രീയ ചർച്ചകൾക്ക് കാരണമാവുകയും ചെയ്തു. LDFും CPMും CPIയും എല്ലാം വെള്ളപൂശിയ ഒരാൾ, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് സ്ഥാനാർത്ഥിത്വം നൽകിക്കൊണ്ട് ഒരു പുതിയ പരിവേഷം നൽകിയ അതേ ബെനറ്റ് എബ്രഹാം തന്നെയാണ് ഇവിടെ കേസിൽ പ്രതിയാകുന്നത്. പ്രത്യേകിച്ച് സാമ്പത്തിക തട്ടിപ്പുമായി ബന്ധപ്പെട്ട് വിദേശ നാണ്യ വിനിമയ ചട്ടങ്ങളുടെ ലംഘനവുമായി ബന്ധപ്പെട്ട് കള്ളപ്പണ ഇടപാടുകളുമായി ബന്ധപ്പെട്ട് കൊണ്ടുള്ള കേസിലാണ് ഇത്തരത്തിൽ ബെനറ്റ് എബ്രഹാം പ്രതിപട്ടികയിലേക്ക് എത്തുന്നത്. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്, കേന്ദ്ര അന്വേഷണ ഏജൻസിയുടെ വിശദമായ അന്വേഷണത്തിൽ തന്നെ ബെനറ്റ് എബ്രഹാമിന്റെ പങ്കാളിത്തം കണ്ടെത്താൻ കഴിയുന്നു. ഇക്കാര്യങ്ങൾ അടക്കം ചൂണ്ടിക്കാണിച്ചുള്ള കുറ്റപത്രം
കലൂർ PMLA കോടതിയിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് സമർപ്പിക്കുന്നു. സ്വാഭാവികമായും ഇത് LDF-നെയും CPM-നെയും മുന്നണിയെ തന്നെയും വലിയ തോതിൽ തന്നെ പ്രതിരോധത്തിലാക്കുന്നത് കൂടിയാണ്. ഇത്തരത്തിൽ കോഴ വാങ്ങുമ്പോൾ തലവരി പണം വാങ്ങുന്നതുമായി ബന്ധപ്പെട്ട ആരോപണങ്ങൾ ഉന്നയിച്ച ഘട്ടത്തിൽ പോലും രാഷ്ട്രീയ തലത്തിലുള്ള ഇടപെടലുകൾ ഇവിടെ നടത്തുകയും ചെയ്തിരുന്നില്ല ഭരണ പ്രതിപക്ഷ പ്രധാനപ്പെട്ട കക്ഷികൾ. യെസ്, കാരക്കോണം മെഡിക്കൽ കോളേജ് കേസിലാണ് ED കുറ്റപത്രം സമർപ്പിച്ചു കഴിഞ്ഞിരിക്കുന്നത്. കല്ലൂർ PMLA കോടതിയിലാണ് കുറ്റപത്രം സമർപ്പിച്ചത്. കേസിൽ 4 പ്രതികളാണുള്ളത്. ധർമ്മരാജ് രസാലം, ബെനറ്റ് എബ്രഹാം, മുൻ സഭാ സെക്രട്ടറി TT പ്രവീൺ എന്നിവരാണ് പ്രതിപട്ടികയിലുള്ളത്. വിശദാംശങ്ങളാണ് കൊച്ചിയിൽ നിന്നും ജിജീഷ് കരുണാകരൻ നൽകിയത്.